ടു ലെജൻസ്. നമുക്ക് ചേർന്ന അടുത്ത വഴിയാണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് നമ്മൾ നേരത്തെ സെമി ടസർ എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരുന്നില്ലേ, ആ ഒരു ഐറ്റം തന്നെ ഭയങ്കര അടിപൊളി ദുപ്പട്ട കേട്ടോ. ദുപ്പട്ടയുടെ പ്രിൻറ്റും എല്ലാം ശരിക്കും ജൂട്ടിലും ഒക്കെ വരുന്ന പോലെ തന്നെയാണ് ഇരിക്കണേ. ഇതിൻ്റെ തന്നെ ആ ഒരു നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടിരുന്നത് 2000 സംതിങ് ആയിരുന്നു. ഇപ്രാവശ്യം ശക്കലും കൂടെ റേറ്റ് കുറവുണ്ട് കേട്ടോ, 1900 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലും കംപ്ലീറ്റ് ആയിട്ട് ജൂട്ട് ഫിനിഷ് തന്നെ, സെമി ടസർ എന്ന് പറഞ്ഞാൽ വരുന്നത്. പക്ഷേ ആ ഒരു ജൂട്ട് ഫിനിഷാണ് മെറ്റീരിയലിന്. ശരിക്കും നമ്മുടെ സിൽക്ക് എടുക്കുന്നതിന് പകരം എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. നല്ല അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര റീസണബിൾ പ്രൈസ്. ഏകദേശം ഹാഫ് പ്രൈസ് ഇതിന് വരുന്നുള്ളൂ. ഹാഫിലും താഴെ കേട്ടോ. ഈ പ്രിൻ്റഡുള്ള ആ ഒരു ടൈപ്പൊക്കെ ടസറിൽ വരുമ്പോൾ നല്ല റേറ്റ് വരും. 5000 6000 മേളിലൊക്കെ പോകുന്ന ഐറ്റംസ് ഉണ്ട്. ഏകദേശം അതേ ലുക്കിൽ തന്നെ ഇടാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. അത്യാവശ്യം ഒന്ന് വാഷ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. മെയിനായിട്ട് ഇതിൻ്റെ ഈ ഒരു പ്രിൻ്റ് ആട്ടോ, നല്ല രസമുള്ള പ്രിൻ്റാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഒരു മ്യൂറൽ ടൈപ്പ് ഡിസൈനാണ്. അപ്പോൾ ഇതിലും താഴത്തെ ബോർഡറൊക്കെ കണ്ടോ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം സെയിം തന്നെ സാറ്റിൻ സിൽക്കിൻ്റെ ഫാബ്രിക് കേട്ടോ. ഇത് ടോപ്പ് പ്ലെയിൻ അല്ല, ഫുള്ളായിട്ട് ചെറിയ പ്രിൻറ്റ് വരുന്നുണ്ട്. നമ്പർ AF 794, റേറ്റ് 1960, 1960. രണ്ടാമത്തെ ഷെയ്ഡ് ഒരു ഡാർക്കർ ബ്ലൂ ഷെയ്ഡാട്ടോ. ഭയങ്കര ഓവർ തെളിച്ചത്തിലല്ല, ഇങ്ങനത്തെ മോഡലൊക്കെ ഇങ്ങനെ കുറച്ച് ഡാർക്കറായിട്ടായിരിക്കും വരിക. അതിൻ്റെ തന്നെ ആ ഒരു കോമ്പിനേഷനാട്ടോ മെയിൻ അതിൻ്റെ ഒരു ഭംഗി കാണാനായിട്ട്. കോമ്പിനേഷനും ഡിസൈനും നല്ല രസമുണ്ട്. ബോർഡറൊക്കെ കാണാനായിട്ട് ശരിക്കും ടസർ ഇടുന്ന പോലെ തന്നെ. നിങ്ങൾക്കൊരു വ്യത്യാസം പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. നമുക്കറിയാം റേറ്റ് എന്താണെന്നുള്ളത്. അല്ലാതെ പെട്ടെന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു സിൽക്കാന്ന് തന്നെ ഓർക്കുള്ളൂ. അത്രയും നമുക്ക് റീസണബിളായിട്ട് കിട്ടുന്നൊരു ഐറ്റമാണ്. നല്ല ലെങ്ത്തും കേട്ടോ. ഇങ്ങനത്തെ മോഡലിനൊക്കെ എനിക്ക് തോന്നുന്നു 2.5 എബോ ലെങ്ത് ഉണ്ടെങ്കിലേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളവർക്കും പറ്റുന്ന ഐറ്റം കേട്ടോ. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് 3X വരെയുള്ളവർക്ക് പറ്റും. നമ്പർ AF 796, റേറ്റ് വരുന്നത് 1960. ഇതിൽ അടുത്ത ഷെയ്ഡ് ഒരു വൈൻ പർപ്പിൾ മിക്സഡ് ഷെയ്ഡ് കേട്ടോ. ഇത് അടിപൊളിയാണ് കാണാനായിട്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത്. രണ്ട് സൈഡിലൊക്കെ ഇട്ടാൽ ഭയങ്കര രസമായിട്ടോ കാണാൻ. അല്ലാതെ ഇട്ടാൽ എങ്ങനെ ഇട്ടാലും നല്ലതാണ്. തലയിലിരുന്നെങ്കിൽ അങ്ങനെ ഇടാം. അത്യാവശ്യം ഒതുങ്ങി കിടക്കും. ഭയങ്കര അങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഫാബ്രിക് അല്ല കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് പ്യുവർ ഡേസി ടസറൊക്കെ വരുന്ന പോലെ. ഡേസി ടസർ ആകുമ്പം ഭയങ്കര സോഫ്റ്റായിട്ടും നോർമൽ ടസർ കുറച്ചൊരു സ്റ്റിഫായിട്ടും ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അതിൽ കൂടിയ ഡേസി ടസറിൻ്റെ ആ ഒരു ഫീലാണ് ഇതിന് കൊടുത്തേക്കുന്നത്. നല്ല ഒതുങ്ങി കിടന്നോളും. ഭയങ്കര നല്ല മെറ്റീരിയൽ കേട്ടോ. ഇതിൻ്റെ പ്രിൻ്റ് ഇതുപോലെ വരുന്നത്. ഈ പ്രിൻറ്റും അടിപൊളിയാണ്. ഇതിൻ്റെ താഴത്തെ ബോർഡർ പ്രിൻറ്റും നല്ല രസമാട്ടോ കാണാൻ. താഴെ ടാസിൽസ് ഉണ്ട്. ബോട്ടം സെയിം കളർ സാറ്റിൻ സിൽക്കിൻ്റെ ഫാബ്രിക്. നമ്പർ AF 795, റേറ്റ് 1960. നാലാമത്തെ ഷെയ്ഡ്, 4 ഷെയ്ഡ്സ് ആട്ടോ ഉള്ളത്. നാലാമത്തെ കളറും നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ആഷ് കളർ, ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ളൊരു ആഷ് കളറാണ്. സാധാരണ വരുന്ന കളർ ചാർട്ടുകളും നോർമൽ ചുരിദാറിലും ഒക്കെ ആഷ് എടുക്കാൻ എനിക്ക് തോന്നുന്നു കുറച്ച് മടിയാണ് എല്ലാവർക്കും. പക്ഷേ ടസർ, പ്യുവർ ടസറിലും സെമി ടസറിലും ഒക്കെ ഈ കളറിന് ഭയങ്കര ഡിമാൻഡ് ആട്ടോ. കാരണം അതിൻ്റെ ഭംഗി കൂടുതൽ കിട്ടുന്നത് ഇങ്ങനത്തെ ഡാർക്കർ, ഇങ്ങനത്തെ സൈസ് ആഷ് പോലത്തെ ഷെയ്ഡുകൾക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കോമ്പിനേഷൻ നോക്കി, ഇത് മൊത്തത്തിൽ വരുമ്പോൾ ഒരു ബ്രിക്ക് ഷെയ്ഡ് പോലത്തെ കോമ്പിനേഷനാണ് ആ ഒരു ഫ്ലവേഴ്സിന് കൊടുത്തേക്കുന്നത്. നല്ല ഗ്രാൻഡ് ആട്ടോ കാണാൻ. ഇതിൻ്റെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് സെയിം കളർ. നമ്പർ AF 797, റേറ്റ് 1960.